വളരെ സന്തോഷം തോന്നുന്നു. നല്ലൊരു വാർത്ത ഇന്നലെ കിട്ടി. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കൺസൾട്ടൻസ് അവരിവിടെ ഒരു സർവേ നടത്തി. സാമ്പിൾ 4365 പേരുടെ സർവേ നടത്തി. ഇങ്ങനെ നിൽക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയം, മലപ്പുറത്തെ രാഷ്ട്രീയം എങ്ങനെ നിൽക്കുന്നു എന്നുള്ള സർവേയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 5% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഇതുവരെയുള്ള ഗ്രാഫ് 19% ആയിട്ടുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഏതാണ്ട് 4 ഇരട്ടിയായി. അതൊരു വലിയ മാറ്റം തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ മലപ്പുറത്തുകാരുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. ഈ പറയുന്നതും ഈ കാണിക്കുന്നതും ഈ മുഖത്ത് കാണുന്നതും കയ്യിൽ കിട്ടുന്ന ആ ബലവും ആ ചൂടും കണ്ണിൽ കാണുന്ന ചിരിയും ഒക്കെ വോട്ടായി മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 5% നിന്നും 19% ആയത്. അതൊരു വലിയ മാറ്റം തന്നെ. വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ യാത്ര. ഇന്നത്തെ ഈ പരിപാടി മഞ്ചേരിയിലാണ്. ഇത് കഴിയുന്നതോടുകൂടി സ്ഥാനാർത്ഥി പര്യടനം മാത്രമല്ല മറ്റു കുറേ വർക്കുണ്ടായിരുന്നു. അതിൻ്റെ 4 ഘട്ടം പൂർത്തിയാക്കുക. ഇന്നത്തോട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം 2 അസംബ്ലി മണ്ഡലങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്ത് ഫൈനലായിട്ടുള്ള റോഡ് ഷോ കൂടി നടത്തുന്നതോടുകൂടി എല്ലാ പരിപാടികൾ അവസാനിക്കുന്നു. നല്ല റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത്. അവർ വളരെ സന്തോഷവാന്മാരാണ്. വലിയൊരു ഭൂരിപക്ഷം സ്വാഭാവികമായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ അവകാശവാദം സമസ്തയുടെയും യൂത്ത് ലീഗിന്റെ ഒക്കെ വോട്ട് അവർക്ക് അടിയൊഴുക്കായിട്ട് കിട്ടുന്നൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കൂട്ടൽ അവരെ ഭാഗത്തുണ്ട്? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സങ്കല്പ ജീവികളാണ്. അവരുടെ വിചാരം തന്നെ അവരെ കയ്യിലാണ് രാജ്യം എന്നാണ്. രാജ്യത്ത് അവരൊന്നുമല്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റം അതിൽ CPM ഒന്നുമല്ല എങ്കിൽ പോലും അവരിങ്ങനെ മോഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ പ്രതികരിച്ചു നിന്നാൽ നമുക്ക് വേറെ ജോലി നടക്കില്ല. ഇപ്പൊ ഈ പ്രചരണത്തിന് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ആളുകൾ പൊറുതിമുട്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യുവാക്കളെ പോലെ തന്നെ ഈ പ്രാവശ്യം പ്രായം ചെന്നവരും സജീവമായിട്ട് ഇറങ്ങി. കാരണം അവർക്കൊക്കെ തന്നെ ഇതിന്റെ ദുഃഖഭാരമുണ്ട്. നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. അവർ വലിയ ഒരു ജനകീയ മുന്നേറ്റം ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. 2004 ആവർത്തനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്? എല്ലാ ഘടകങ്ങളും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ടോ ആ ഘടകങ്ങളെല്ലാം ഇവിടെ അനുകൂലമാണ്. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ നടത്തിയ പ്രവർത്തനം, ഈ നാട് ഞങ്ങളെ ഏറ്റെടുത്തത്, ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ആ കരുതൽ, പ്രതീക്ഷ എല്ലാം വലിയ പിന്തുണയാണ്. ആ പിന്തുണ എന്ന് പറയുന്നത് വോട്ടാണ്. ആ വോട്ടിലൂടെ ഞങ്ങൾ ജയിക്കും. ഇവിടെ ഇതുവരെ മണ്ഡലത്തിൽ ഒരു കാര്യമാത്ര പ്രസക്തമായ വികസന പ്രവർത്തനങ്ങൾക്ക്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഒന്നും നേതൃത്വം കൊടുക്കാത്ത സ്ഥാനാർത്ഥികൾ മണ്ഡലം മാറി പോകുന്ന സമയത്ത് ഞാൻ ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പ് അവർക്ക് സമീപിക്കാൻ പറ്റുന്ന, അവർക്ക് ഇടപെടാൻ പറ്റുന്ന ജനപ്രതിനിധിയായി, അവൈലബിൾ MP ആയി ഞാൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് എല്ലാ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും എല്ലാ വിഭാഗീയ ചിന്താഗതികൾക്കപ്പുറത്തേക്ക് എന്നെ സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. മുസ്ലിം ലീഗിന്റെ വലിയൊരു കോട്ടയായിട്ടൊക്കെയാണ് മലപ്പുറത്തെ വിലയിരുത്തുന്നത്. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ അനുകൂലമായിട്ട് വസീഫിന് ലഭിക്കുമെന്ന് കരുതുന്നുണ്ട് ലീഗിന്റെ ഉള്ളിൽ? ഈ പുതിയ കാലത്ത് ഏത് കോട്ടയാ പൊളിയാത്തത്? അതിനുള്ള എല്ലാ ടെക്നോളജിയും ഈ കാലഘട്ടത്തിലുണ്ട്. ഈ പുതിയ ആധുനിക ടെക്നോളജിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു കോട്ടയും അതുപോലെ നിൽക്കില്ല. ജനങ്ങളാണ് കോട്ട. ആ ജനങ്ങൾ എനിക്ക് ചുറ്റും കോട്ട പണിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലീഗൊക്കെ വലിയ നിരാശയിലോ വിമർശനത്തിലാണെന്നൊക്കെ പ്രചാരണമുണ്ട്. ശരിയാണോ? എന്ത് സംശയം? ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് UDFന് പ്രത്യേകിച്ച് മലപ്പുറം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുക? ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ കാണുന്നത് എന്നുള്ളതിലൊരു തർക്കവുമില്ല. അവര് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. മലപ്പുറത്ത് നിന്ന്